ഹലോ, എല്ലാരും സുഖായിരിക്കുന്നോ? നമുക്ക് മലയാളികൾക്ക് ഒരു ഉരുള ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കാനും ചോറിനാനൊക്കെ എന്തൊരു രസാല്ലേ. ഇന്ന് അങ്ങനത്തെ ഒരു പഴയകാല ചമ്മന്തിയാണ് മാങ്ങാ ചമ്മന്തി. ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ. അപ്പം മാങ്ങയൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കും. മിക്കവാറും വീട്ടിൽ മാങ്ങ കാണും, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ നിന്നാണെങ്കിൽ ഈസിലി കിട്ടുന്നതാണ്. അതുകൊണ്ട് അതിന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ ചിരകിയത്, മാങ്ങയുടെ പുളി അനുസരിച്ച് ഒരു മാങ്ങ മുതൽ അല്ലെങ്കിൽ അര എടുത്താൽ മതി. ഞാനിവിടെ ഒരു വലിയ മാങ്ങയായിരുന്നു, നല്ല പുളിയുണ്ട്. അതുകൊണ്ട് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. അത് ചെറുതായി അരിഞ്ഞത്, അതിന്റെ കൂട്ടത്തിൽ ഒരു കതിർപ്പ് കറിവേപ്പില, പിന്നെ വേണ്ടത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും 2 പച്ചമുളകും. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. കാന്താരി ഉള്ളവർ അത് ഉപയോഗിക്കാം, അത് നല്ല ടേസ്റ്റ് ആണ്. എനിക്കിവിടെ കാന്താരി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തിരിക്കുന്നത്. ഇനി ചുവന്ന കളറുള്ള ചമ്മന്തി വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇതിന് പകരം വറ്റൽമുളക് എടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പുകൂടിയിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇത് ഒത്തിരി അങ്ങ് അരഞ്ഞ് മഷി പോലെ ആവരുത്, അതല്ല ഇതിന്റെ ടേസ്റ്റ്. ഇതിങ്ങനെ തരിതരിപ്പായിട്ടിരിക്കണം ചമ്മന്തി, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല കോംബോയാണിത്. ഇത് മിക്സിയിലോ അല്ലെങ്കിൽ അരകല്ലുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് അരകല്ലാണ്. എനിക്ക് അരകല്ലില്ല ഇവിടെ, അതുകൊണ്ട് ഞാൻ മിക്സിയിൽ തന്നെ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത്ര വലിയ ഉരുള ചമ്മന്തി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ചമ്മന്തി കൂട്ടിയിട്ട് നല്ല തലേദിവസത്തെ കഞ്ഞിയോ അല്ലെങ്കിൽ നമ്മൾ ചൂട് കഞ്ഞിയാണേലും ഈ ചമ്മന്തിയും ഒരു ഇച്ചിരി അച്ചാറും മാത്രം മതി.